ആ വീടിനടുത്താണ്. ഞങ്ങളിപ്പം മരിപ്പ് വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത്. ഇന്നലെയും പോയായിരുന്നു. മിഥുൻ എന്നെ മാമ എന്നാണ് വിളിക്കുന്നത്. മാമൻ പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പ്രിയപ്പെട്ടവനാണ്. അതുമാത്രമല്ല ആ നാട്ടിന് വേണ്ടി എല്ലാം നല്ലൊരു പയ്യനാണ് അവൻ. മിടുക്കനായ കുട്ടിയായിരുന്നു എല്ലാ കാര്യത്തിനും മിടുക്കനായ. അവരുടെ വീട്ടിലായാലും നാട്ടുകാർക്കായാലും എല്ലാവരുമായിട്ടും ഒരു സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരു കുഞ്ഞായിരുന്നു അവൻ. ഇത്ര പെട്ടെന്നുള്ള ആ മരണം നമ്മൾ ആരും ഉദ്ദേശിച്ചല്ല. ഞെട്ടിപ്പോയി ഞങ്ങൾ. ഇതിപ്പം അവൻ്റെ അമ്മ വന്നു വിദേശത്താണല്ലോ. അവൻ്റെ അമ്മ വന്നു വിദേശത്തായിരുന്നു. ഇന്ന് രാത്രി രാവിലെ 8 മണിയായപ്പം എയർപോർട്ടിൽ വന്നു. അവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ്റെ പഠിപ്പിന് കൂടി വേണ്ടിയാണല്ലോ. ആണ് അവർ പാപ്പരാണ്, മേശിരിപ്പണിക്കാരനാണ്. പിന്നെ കൊച്ചൊരു വീടാണ്. ആ വീട്ടിനകത്ത് കഴിഞ്ഞു കൂടുകയാണ്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പെങ്കൊച്ച് പോയത്. എന്നിട്ട് പോയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് ഒന്നും സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഏകദേശം കടങ്ങളൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് പറയാം. അത്രയേ ഉള്ളൂ പറയാൻ. നാട്ടിലെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കും. എല്ലാത്തിനും പങ്കെടുക്കും. അവൻ നല്ല മിടുക്കൻ കുട്ടിയാണ്. മിടുക്കൻ കുട്ടി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഓടി വരുമായിരുന്നു. അവരുടെ വീടിന് അപ്പുറത്താണ് ഞങ്ങളുടെ വീട്ടിൽ ഓടി വരും. മാമ എന്നും വിളിച്ച് ഓടി വരും. എനിക്ക് ചെറിയൊരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ നിന്ന് ബാലൻസ് സാധനം കൊണ്ടുവരുമ്പം അവൻ ഓടി വരും. മാമ വല്ല കൊണ്ടുവന്നും ചോദിച്ച് ഓടി വരും. നമ്മുടെ കയ്യിലുണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പറയും മോനെ ഒന്നും ഇല്ലടാ, ഇന്നൊന്നും ഇല്ലെന്ന് പറയും. ഞങ്ങൾക്ക് ഞെട്ടലാണ്. എന്നും കാണുന്നതാണ്. എന്നും രാവിലെ അവൻ സ്കൂളിൽ ഒരുങ്ങി പോകുന്നതും അവനെ തിരിച്ച് അവനെ സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒക്കെ ഞങ്ങൾ എന്നും കാണുന്നതാണ്. എന്നിട്ട് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരും. എന്നാൽ അതെല്ലാം പറയാൻ പറ്റും. ഇത്രയും ലൈൻ താഴ്ന്നു കിടക്കുമ്പോൾ അതെല്ലാം പറയാൻ പറ്റും. ഈ KCBക്കാരുടെ ഒരു അനാസ്ഥ തന്നെ ഇത്. ഇപ്പോൾ കുടുംബം പറയുന്നുണ്ടോ ഇതിപ്പോൾ ഫലപ്രദമായ നടപടി ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടോ? അപ്പോൾ കുടുംബം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ജീവനല്ലേ നഷ്ടപ്പെട്ടത്. അവൻ എന്നത്തേക്കും ഒരു വലിയവനാവേണ്ടിയ പയ്യനല്ലേ. എല്ലാത്തിലും അവൻ മിടുക്കനായ കുട്ടിയില്ലായിരുന്നു. അന്നേരം അവൻ്റെ ജീവൻ പൊലിഞ്ഞു പോയപ്പം വീട്ടുകാർക്ക് എന്തായാലും സങ്കടമില്ലായിരിക്കത്തില്ലല്ലോ. 2 മക്കൾക്ക് വേണ്ടി വലിയ തള്ള വിദേശത്ത് പോയതും കാര്യങ്ങൾ നടത്താൻ പോയതും ഒക്കെ കടങ്ങൾ വീട്ടാനും വീട് ഒന്ന് പണിയാനും ഒക്കെ ആയിട്ടല്ലേ പോയത്. അന്നേരം അതിൻ്റെ ആയിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അന്നേരം ഇതിപ്പോൾ സ്കൂളിൻ്റെ അനാശയും KCBയുടെ അനാശയും കൊണ്ടായി സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത്രയും താഴ്ന്നു കിടക്കുന്ന ലൈനിനകത്ത് അവൻ ഒരു സഹപാഠിയുടെ ഒരു ചെരുപ്പെടുത്ത് എറിഞ്ഞ് അതെടുക്കാൻ വേണ്ടി സ്നേഹബന്ധം കൊണ്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ്. വീഴാൻ പോയപ്പോൾ അവൻ ആ ലൈനിനകത്ത് കയറി പിടിച്ചു. അങ്ങനെ സംഭവിച്ചതാണ്. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അവന് 13 വയസ്സല്ലേ ഉള്ളൂ. അവനറിയില്ലല്ലോ സംഗതി എന്താന്നുള്ള. അത്രയേ ഉള്ളൂ. ഈ പ്രാവശ്യമാണ് അവനിപ്പോൾ വന്നതേ ഉള്ളൂ. അവൻ 3 സ്കൂളിൽ പഠിച്ചിട്ടാണ് വന്ന. വലിയപാടം, പട്ടാടെ സ്കൂള്, പിന്നെ തേവലക്കര സ്കൂള്. ലാസ്റ്റാണ് ഈ സ്കൂളിൽ വന്നിട്ട് അവൻ പോയത്. നാട്ടുകാരും ഒക്കെ പറയുന്നു. കാരണം ഭയങ്കര ഞെട്ടലുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു പോയ മകനെ കാണുന്നില്ല. അത് രാവിലെ പിന്നെ രാത്രി തന്തയുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ തന്ത തന്നെയാണ് അവൻ്റെ പപ്പ തന്നെയാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ആകെക്കിയിട്ട് തിരിച്ച് വന്നിട്ട് കണ്ടൊരു 8:30-9 മണി ആയപ്പോഴത്തെ പറയുന്ന മിഥുൻ പോകണം, അപകടം പറ്റി, മരിച്ചെന്ന് പറയുന്നില്ല, അപകടം പറ്റി, മിഥുന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുവാന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങ് ഞെട്ടിപ്പോയി. ഞങ്ങൾ 9 മണി കഴിഞ്ഞ് 9:30 അകത്ത് ഞങ്ങൾ രാവിലെയല്ലേ സംഭവം നടക്കുന്നത്. രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവിടെ നിന്ന് പുള്ളിയുടെ അവിടെ വെച്ച് ജീവൻ പോയില്ലേ. കമ്പി ഞാന്ന് കിടന്നതല്ലേ, ജീവൻ പോയി. നമ്മൾ എന്താ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഞെട്ടലായിപ്പോയെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ഒരു ഞെട്ടലായിപ്പോയി. പിറ്റേന്നും തലേന്നും കണ്ടിട്ട് പോയ കുഞ്ഞിനെ പിന്നെ മരിച്ചെന്ന് പറയുമ്പോൾ ആർക്കായാലും ഞെട്ടലുണ്ടാവത്തില്ല. അതിപ്പോൾ അതിനിടയിൽ മന്ത്രിയുടെ സൂബ ഡാൻസ് ഒക്കെ ഭയങ്കര വിവാദത്തിലേക്കൊക്കെ പോയല്ലോ. എല്ലാം പോയിരിക്കുന്നു. അതിപ്പം ഒരു സംഭവം കഴിയുമ്പോഴല്ലേ ആരെ സഹായിക്കണം, ആരെ എന്ത് ചെയ്യണമെന്നൊക്കെ ആരായാലും ചിന്തിക്കുന്നത്. സംഭവം കഴിഞ്ഞു, എന്തായാലും പോയ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടത്തില്ലേ.
പിന്നെ ഒരു 2-3 ദിവസം ഇതായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് പോവും. അത് കഴിയുമ്പോൾ ഇത് ശാന്തമാവും. ഇനി നാട്ടുകാരായ നിങ്ങളുടെ ആവശ്യം എന്താണ്? സ്കൂള് നന്നാക്കണം, ഈ അയൽക്കമ്പി നന്നാക്കണം. ഇത് വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പം നമ്മൾ രാവിലെ അവരെ ഇറക്കി വിടുന്ന സമയത്ത് വൈകിട്ട് അവർ തിരിച്ചെത്തുമെന്നും പറഞ്ഞാൽ നമ്മൾ വിടുന്നത് ആണോ? വൈകിട്ട് അവർ വന്നില്ലെങ്കിൽ തലേന്നത്തെ എന്തായാലും പോയി അവർ തിരക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ അവനെ കൊണ്ടുവന്ന് തന്ത സ്കൂളിലാക്കി എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയുക കുഞ്ഞ് ഇന്നോണം ഈ ആക്സിഡൻ്റ് ആയി എന്ന് പറയുമ്പം ഒരു ഭയങ്കര ഡേഞ്ചറായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും വിഷമമാണ്. ഞങ്ങളുടെ നാട് മൊത്തവും ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അവൻ ഓടിച്ചാടി എല്ലാവരെയും ആരും ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന ഒരു കുട്ടിയാണ് അവൻ. അന്നേരം അവൻ പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ. ഈ ലൈൻ എന്തായാലും ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് എന്തുവെന്ന് വെച്ചാൽ അത് ചെയ്യണം, പൊക്കി കെട്ടണം. അത് അത്യാവശ്യ കാര്യമാണത്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, നമ്മുടെ നിങ്ങളുടെ എല്ലാവരെയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. അന്നേരം അത് മാന്യമായിട്ട് ഇവിടുത്തെ മാന്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് വേണ്ടിയത്. അത്യാവശ്യം അതാണ് വേണ്ടിയത്. ഇനി ഒരു കുഞ്ഞിന് ഇതുപോലെ ഒരു ജീവൻ പൊലിയാൻ പാടില്ല. അതേ നമുക്ക് പറയാനുള്ളൂ. നിരവധി ആളുകൾ കാണാനും വരുന്നുണ്ട്. പിന്നെന്ത് നിരവധി ആൾക്കാർ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ജനമാണ്, ചാനലുകാരും ജനമേ ഉള്ളവിടെ. ഇന്ന് എല്ലാവർക്കും അവിടെ ഒരു സ്കൂളിൽ തേവലക്കര സ്കൂളിലെന്ന് വെച്ചാൽ ആ പയ്യൻ്റെ പല പ്രതീക്ഷയിലാണ് ഈ സ്കൂളിൽ വന്നത്, പല ഇതിലാണ് വന്നത്. അവർ പട്ടാടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അന്നേരം ഇവിടുന്ന് ഒരു സാറ് വന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് NCC ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇവിടെ അന്നേരം ചേർക്കാമെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്. ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞില്ല.